വെൽക്കം ടു NCERT +1 + 2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പൊട്ടൻഷ്യലിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സമ്മറി പോയിന്റ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ ആൻ എക്സ്റ്റേർണൽ ഫോഴ്സ് ഇൻ ബ്രിങ്ങിങ് എ ചാർജ് Q ഫ്രം എ പോയിന്റ് R ടു എ പോയിന്റ് P V subscript P minus V subscript R ആണ് കേട്ടോ, which is the difference in potential energy of a charge Q between the final initial points. Potential at a point is the work done per unit charge in bringing a charge from infinity to that point. Potential at a point is arbitrary to within an additive constant, since it is the potential difference between the 2 points which is physically significant. If potential at infinity is chosen to be 0, potential at a point with position vector r due to a point charge Q placed at the origin is given by V of r is equal to Q by 4 pi epsilon naught r. ഇതാണ് നമ്മൾ ഇവിടം വരെ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞത് 2.4, ദാറ്റ് ഇസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഡൈപോൾ എന്താണെന്നുള്ളതെല്ലാം നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ കണ്ടതാണ്. ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് 2 ചാർജസ് ആണ്. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും. അതിന്റെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ വളരെ സ്മോൾ ആണ്. ആ സ്മോൾ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ നമ്മൾ 2a ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 2a, ഇറ്റ് ഇസ് വെരി സ്മോൾ. അപ്പോൾ നോക്കൂ, ഒരു ഡൈപോളിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്, ചാർജസ് എപ്പോഴും സ്കെയിലേഴ്സ് പോലെ തന്നെ ആഡ് ചെയ്യുന്നത്. ഇപ്പം പ്ലസ് ക്യൂ പ്ലസ് മൈനസ് ക്യൂ മീൻസ് 0. ടോട്ടൽ ചാർജ് ഓഫ് ഡൈപോൾ എന്ന് പറഞ്ഞാൽ 0 ആണ്. ആൻഡ് ഡൈപോളിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള വി ഹാവ് ദിസ് തിങ് വിച്ച് ഇസ് ദ ഡൈപോൾ മൊമെന്റ് വെക്ടർ. ഡൈപോളിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള വെക്ടർ നമ്മൾ കണ്ടിരുന്നു, ഡൈപോൾ മൊമെന്റ് വെക്ടർ. അപ്പൊ ഈ ഡൈപോൾ മൊമെന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡൈപോൾ മൊമെന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ P is Q into 2a, ചാർജ് ഇൻറ്റു എത്രമാത്രമാണ് സെപ്പറേഷൻ ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളതാണ്. ആൻഡ് ദിസ് എ വെക്ടർ അല്ലെ, ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ഒരു വെക്ടർ ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ അസോസിയേറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ, അതിന്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം, ഇറ്റ് പോയിന്റ്സ് ഫ്രം -Q ടു +Q. ഇതായിരിക്കും ഡൈപോളിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആണല്ലോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നോക്കുക, ഇവിടെയാണ് -Q ഇരിക്കുന്നത്, ഇവിടെയാണ് +Q ഉള്ളത്. ഓക്കെ, ആൻഡ് സോ അതാണ് ഇവിടെ കാണിച്ചത്. -Q, ദിസ് ഇസ് -Q ആൻഡ് ദിസ് ഇസ് +Q. ഇപ്പൊ നോക്കുക, അവർ സെപ്പറേറ്റ്, ഇതാണ് അവർ സെപ്പറേറ്റഡ് ആണ്. ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ അവർ സെപ്പറേറ്റഡ് ആണ്. സി, ദേ ആർ സെപ്പറേറ്റഡ്. ആ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നതാണ് 2a. ദിസ് ഇസ് 2a. ആ ക്യൂവും +Q -Q തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 2a. ആൻഡ് ഇവിടെ അവരുടെ ഒത്ത നടുക്കുള്ള, അത് അവരുടെ ഈ നടുക്കുള്ള പോയിന്റ്, അത് ഈ നടുക്കുന്ന ഇങ്ങോട്ടുള്ളത് a, ഇങ്ങോട്ടുള്ള ചാർജ് അല്ല ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് a. സോ a + a 2a, അതാണ് സെപ്പറേഷൻ. അപ്പൊ ഒത്ത നടുക്കുള്ള മിഡ് പോയിന്റ്, ഒരു സെപ്പറേഷന്റെ മിഡ് പോയിന്റിലായിട്ടാണ് നമ്മൾ ഒറിജിൻ കാണിച്ചിരിക്കുന്നത്. ഒറിജിൻ ഈസ് ദ മിഡ് പോയിന്റ്. ആൻഡ് വെക്ടറിന്റെ ഡയറക്ഷൻ നോക്കി, ഡൈപോൾ മൊമെന്റ് ആണ് ഈ P ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഇസ് പോയിന്റിംഗ് ഫ്രം ദിസ് ഡയറക്ഷൻ ടു ദിസ് ഡയറക്ഷൻ, ദാറ്റ് ഇസ് മൈനസിൽ നിന്നും പ്ലസിലേക്കാണ് ആരോ കാണിച്ചിരിക്കുന്നത്. അതാണ് ആ ഡയറക്ഷൻ. ആ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചാണ്. അപ്പം പൊസിഷൻ വെക്ടർ R ആണെങ്കിൽ ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആറിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആറും പിയും തമ്മിൽ ഉണ്ടാക്കുന്ന ഡൈപോൾ മൊമെന്റ് വെക്ടറും പൊസിഷൻ വെക്ടറും തമ്മിലുള്ള ആംഗിളിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടതാണ്. ഓക്കെ, ആൻഡ് ഡൈപോളിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത്, അത് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ആ ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ എന്ന് പറയുന്നത്, ടിപ്പിക്കലി ഒരു സിംഗിൾ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. പക്ഷെ ഡൈപോളിന്റെ കേസിൽ നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വേരിയിങ് ലൈക്ക് 1/r³ ആയിട്ടാണ്. അത് ഫോളോ ചെയ്യുന്ന 1/r³ ആയിട്ടാണ് അത് കുറയുന്നത്. ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r³ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ. ഓക്കെ, അപ്പം
അതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടതാണ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഡൈപോൾ കാരണം ഉണ്ടാവുന്ന ഒരു പൊട്ടൻഷ്യൽ, ഡൈപോൾ കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നമ്മൾ നോക്കും. അതിനുശേഷം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ചാർജ് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലും ഡൈപോൾ കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്ന കാര്യത്തിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പിക്ചറാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. ഈ പിക്ചർ വെച്ചിട്ടാണ്. അപ്പോൾ നോക്കുക, ഞാൻ പറഞ്ഞ പോലെ ഈ O എന്ന് പറയുന്നതാണ് നമ്മൾ ഒറിജിൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഒറിജിൻ അഥവാ O ഇസ് ദ സെന്റർ ഓഫ് ദ ഡൈപോൾ. ഡൈപോളിന്റെ സെന്ററിനെയാണ് ഒറിജിൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിനെ ഒബേ ചെയ്യും ഇലക്ട്രിക് ഫീൽഡ്. അപ്പം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഇറ്റ് ഇസ് എ വർക്ക് ഡൺ ബൈ ദ ഫീൽഡ് ആണ്. വർക്ക് ഡൺ ബൈ ദ ഫീൽഡ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്ന പോലെ തന്നെ ഈ പൊട്ടൻഷ്യലും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിനെ ഒബേ ചെയ്യും. അതായത് നമ്മൾ ഫീൽഡ് എന്ത് ചെയ്യും, ഓരോ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫീൽഡും എത്ര നോക്കിയിട്ട് നമ്മൾ ആഡപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ട് ചാർജ് കാരണമാണ്, രണ്ട് ചാർജസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഡൈപോൾ. ഇപ്പം ഈ ഓരോ ഇപ്പൊ +Q കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും -Q കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും കൂടി ആഡ് ചെയ്യാം. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ മീൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡൈപോൾ കാരണം ഉണ്ടാകുന്ന നെറ്റ് പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, സോ വി ക്യാൻ യൂസ് ദ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ്സ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുള്ളത് പ്രൂവ്ഡ് ആണ്. ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വർക്ക് ഡൺ ബൈ ദ ഫീൽഡ്, അതാണ് ശരിക്കും പൊട്ടൻഷ്യൽ. ദെയർഫോർ ദാറ്റ് ഓൾസോ ഒബേസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് തന്നെ ബൈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വി കുഡ് സേ ദാറ്റ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ഡൈപോൾ കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സം ഓഫ് പൊട്ടൻഷ്യൽസ് ഡ്യൂ ടു ടു ചാർജസ്. സം ഓഫ് പൊട്ടൻഷ്യൽസ് ഡ്യൂ ടു +Q ആൻഡ് -Q. +Q -Q കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ സമ്മേഷൻ ആയിരിക്കും. അപ്പൊ അതാണ്. അപ്പൊ നോക്കിക്കേ, നമ്മളുടെ സോ വി നീഡ് ടു ഫൈൻഡ് ദ നെറ്റ് പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് V. എഴുതാൻ പറ്റുമോ? യാ, റൈറ്റ്. സോ V is the potential due to the dipole എന്ന് പറഞ്ഞാൽ എന്താണ്? +Q കാരണം ഉണ്ടാവുന്നതും -Q കാരണം ഉണ്ടാവുന്നതും. അപ്പൊ നമ്മളിവിടെ സമ്മറി, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞ കാര്യം ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിരുന്നു. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ചാർജ് Q വിച്ച് ഇസ് അറ്റ് ഡിസ്റ്റൻസ് R ആണെങ്കിൽ Q/4πε0. അപ്പൊ അതുപോലെ Q/4πε0 R. അപ്പൊ അതുപോലെ ഇവിടെ ചിന്തിക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഈ +Q കാരണം നമ്മൾ ഈ P എന്ന് പറഞ്ഞ ഈ പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ P എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഒരു ഡൈപോൾ സിസ്റ്റം കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ്. സോ ഈ +Q കാരണം ഈ Pയിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു, -Q കാരണം ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്, അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. സോ നോക്കിക്കേ, നമ്മൾ P എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം +Qനെ മാത്രം ചിന്തിക്കുക. +Q കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സോ +Q/4πε0. ഈ Qവും Pയും തമ്മിലുള്ള ദൂരം ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന R1 ആയിട്ടാണ്. R1. ഇനി അടുത്തത് പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ -Q കാരണം ഉണ്ടാകുന്നത്. സോ -Q ഡിവൈഡഡ് ബൈ ഈ -Qവും P എന്ന് പറഞ്ഞ പോയിന്റും തമ്മിലുള്ള ദൂരം, -Qവും P എന്ന് പറഞ്ഞ പോയിന്റും തമ്മിലുള്ള ദൂരമാണെന്ന് R2 ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സോ /4πε0 R2. അപ്പൊ നോക്കിക്കേ, ഈ Q ഇതിനെ നമുക്ക് ഒന്നുകൂടെ കൂടെ വൃത്തിയായിട്ട് എഴുതുവാണെങ്കിൽ we can write this like 4πε0 R1 -Q/4πε0 R2 എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് Q/4πε0 പുറത്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചാണെങ്കിൽ 1/4πε0 എടുക്കാം പുറത്തേക്ക്. ഓക്കെ, സോ പിന്നെ ഇവിടെ ഉള്ളത് ഫസ്റ്റിൽ R1ഉം സെക്കൻഡ് ടേബിൾ പിന്നെ റിമൈൻ ചെയ്യുന്ന Q/R2 ആയിരിക്കും. സോ ദിസ് ഈസ് ദ നെറ്റ് പൊട്ടൻഷ്യൽ 1/4πε0 ഇൻറ്റു Q/R1 -Q/R2. ഈ R1 എന്ന് പറയുന്നത് R1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ +Q ആൻഡ് P. R2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഫ്രം -Q ടു P. അത് രണ്ടുമാണ്. അപ്പൊ ബേസിക്കലി ഇത്രയും ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ നമുക്ക് പിടികിട്ടി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1/4πε0 വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം.
ക്യൂ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ നമുക്ക് ഇവിടുത്തെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുണ്ട്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 1/R1? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 1/R2? ഇതെന്താണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം അതിനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ പടത്തിൽ തന്നെ നോക്കിക്കേ, നമുക്ക് ഇതിൽ വേണ്ടത് നിങ്ങളുടെ ട്രയാങ്കുലർ ലോ ഓഫ് അഡീഷൻ, അതായത് ഹെഡ് ടു ടെയിൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഓർക്കുക. അതൊന്നുകൂടെ കൂടെ ഞാനിവിടെ ജസ്റ്റ് പറയാം. ഇപ്പം നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന രണ്ട് വെക്ടറും ഉണ്ടെന്ന് വിചാരിക്കുക. ഈ എയും ബിയുടെയും റിസൾട്ടൻറ്റ്, ദറ്റ് ഈസ് എ പ്ലസ് ബി ആണ് സി എങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ എ ഇതാണല്ലോ, ദിസ് ഇസ് വെക്ടർ എ, ആൻഡ് വെക്ടർ ഈ എയുടെ ഹെഡിൽ വെക്ടർ ബിയുടെ ടെയിൽ വെക്കണം. അതേ ഡയറക്ഷനിൽ വെക്കുക. ആൻഡ് ദെൻ എയുടെ ടെയിലിൽ നിന്നും ബിയുടെ ഹെഡിലേക്ക് ഒരു വെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ദ റിസൾട്ടൻറ്റ്. ഇതാണ് റിസൾട്ടൻറ്റ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദറ്റ് ഈസ് വെക്ടർ സി. വെക്ടർ സിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വുഡ് ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് വെക്ടർ സിയുടെ സ്ക്വയർ. ഓക്കെ, റിസൾട്ടൻറ്റിൻ്റെ സ്ക്വയർ. ഓക്കെ, സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതായിരിക്കും. ഇത് തീറ്റ എന്ന് പറയുന്ന എയുടെയും ബിയുടെയും ഇടയ്ക്ക് ഉണ്ടാവുന്ന ആംഗിൾ ആയിരിക്കും. ഓക്കെ, ദിസ് വിൽ ബി തീറ്റ. അപ്പൊ ഇതാണ് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്ന വെക്ടർ, ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ കൂടെ ഓർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പൊ പറഞ്ഞോളൂ. നമുക്കിനി നമ്മളുടെ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് ഇത് ചെയ്യാം. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മളുടെ ക്വാണ്ടിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം നോക്കുക, നമ്മൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ട്രയാങ്കിളാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ട്രയാങ്കിളിന് ഇപ്പം പേരൊന്നും കൊടുക്കുന്നില്ല, നമുക്ക് ആസച്ച്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കൂടെ വരയ്ക്കാം. അത് ഈ ട്രയാങ്കിളാണ് ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഇതിനെ നെയിം ചെയ്യാം, വേണമെങ്കിൽ ഞാനിതിനെ ABC എന്ന് നെയിം ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട APO, ട്രയാങ്കിൾ APO എന്ന് എടുക്കാം. ട്രയാങ്കിൾ APO എന്ന് എടുത്തേക്കാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ APO നോക്കുകയാണെങ്കിൽ അപ്പോൾ ഏതാണെന്ന് മനസ്സിലായല്ലോ. ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ആ ഫസ്റ്റ് APO എന്ന് പറയുന്ന ആ ട്രയാങ്കിളാണ്. ഇനി അവിടുത്തെ വെക്ടേഴ്സ്, നമുക്ക് അറിയാവുന്ന വെക്ടേഴ്സിനെ നമുക്കൊന്ന് ചിന്തിക്കാം. നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് വെക്ടറിന്റെ ഡയറക്ഷൻ എപ്പോഴും പോയിന്റ്സ് ഫ്രം -q to +q. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടെ ഇതാണ് നമ്മുടെ ആദ്യത്തെ വെക്ടർ. നോക്കുക, ഇത് ഇങ്ങോട്ടാണ്, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇനി R1 എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ, ഇറ്റ് പോയിന്റ്സ് ഫ്രം ഈ ക്യൂവിൽ നിന്നും പിയിലേക്ക് ഇങ്ങോട്ടാണ് ഇത് പോയിന്റ് ചെയ്യുന്നത്. അത് ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ഷൻ എന്ന് ഇങ്ങോട്ടാണ്. ആൻഡ് ഇനി നമ്മൾ ഓയിൽ നിന്നും ഒറിജിനിൽ നിന്നും നമ്മൾ പിയിലേക്ക് ഇങ്ങോട്ടാണ് ഈ വെക്ടർ പോയിന്റ് ചെയ്യുന്നത്, അല്ലേ? ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ് ഓൾറെഡി ഗിവൺ. ഒറിജിനിൽ നിന്നും നമ്മൾ ഈ പിയിലേക്കുള്ള വെക്ടർ ആയിട്ട് എടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലേക്കുള്ള വെക്ടറാണ്. സോ നമുക്ക് ഇവിടെ ഡയറക്ഷൻസ് എല്ലാം ക്ലിയർ ആണ്. ഏതിലേക്കൊക്കെയാണ് പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കിക്കേ, സോ ഇത് ഞാൻ ഒന്നുകൂടെ കൂടി ഇങ്ങോട്ട് ഇതിനെ ചെറുതായിട്ട് ഇങ്ങോട്ട് വരയ്ക്കുവാണ്. ദിസ് വിൽ ബി വെക്ടർ A ആൻഡ് ദിസ് ഈസ് വെക്ടർ R1 ആൻഡ് ദിസ് ഈസ് വെക്ടർ R. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ആൻഡ് ഹിയർ ഇവർ തന്നെ ഒരു ആംഗിളും കാണിച്ചിട്ടുണ്ട്. തീറ്റയും അത് എയും ആറും തമ്മിലുള്ള ആംഗിളും കാണിച്ചിട്ടുണ്ട്. എയും ആറും തമ്മിലുള്ള ആംഗിൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുക, നമുക്ക് പക്ഷേ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെക്ടർ എയും അതുപോലെ തന്നെ വെക്ടർ R1 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് റിസൾട്ടൻ്റ് ആയിട്ടാണ് നമുക്ക് ഇപ്പം എന്ത് നിൽക്കുന്നത്, നമ്മളുടെ ഈ വെക്ടർ R നിൽക്കുന്നത്. വെക്ടർ എയുടെ വെക്ടർ R1ൻ്റെയും കൂടി റിസൾട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെക്ടർ R1 എന്താണെന്നുള്ളതാണ്. ഇഫ് സപ്പോസ് നമ്മൾ ഇതിനെ ഇങ്ങനെ വരയ്ക്കുക എന്ന് വിചാരിക്കുക, ഞാൻ ഇതിനെ ഒന്ന് റീഡ്രോ ചെയ്യാൻ പോവാണ്. സോ നമുക്ക് വേണ്ടത് R1 ആണ്. അപ്പോൾ ആ R1 ആണ് നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടേണ്ടത്. R1 ആണ്, വി നീഡ് R1, വെക്ടർ R1 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സപ്പോസ് നമുക്ക് നോക്കിക്കേ, ഇതിപ്പോൾ ഇതാണല്ലോ വെക്ടർ A എന്ന് പറയുന്നത്, ഇതാണ് കാര്യം.
ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ കാര്യം ഹിയർ നമുക്ക് വെക്ടർ R1 തന്നെ റിസൾട്ടന്റ് ആയിട്ട് കിട്ടണം. ബിക്കോസ് നമ്മളുടെ കയ്യിലുള്ള ആംഗിൾ, നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എയും വെക്ടർ ആറും വെക്ടർ എയും തമ്മിലുള്ള ആംഗിളേ നമുക്കുള്ളൂ. അപ്പം വെക്ടർ എയും വെക്ടർ ആറും കൂടെ ഉള്ള ആംഗിളാണ് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇടയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ വെക്ടർ എയും വെക്ടർ ആറും കൂടെ എങ്ങനെയെങ്കിലും ആഡപ്പ് ചെയ്ത് റിസൾട്ടന്റ് ആയിട്ട് R1 കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ജോമെട്രിക്കലി നോക്കേണ്ടത്. നോക്കിക്കേ, ഈ വെക്ടർ എയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണല്ലോ, ഞാൻ അത് അതുപോലെ കീപ്പ് ചെയ്യണം, കാര്യം അത് ഡൈപോൾ ആണ്, അതെനിക്ക് മാറ്റാൻ പറ്റില്ല. സോ അത് ഞാൻ കീപ്പ് ചെയ്തിട്ട് ഇഫ് സപ്പോസ് ഞാൻ ഇതിങ്ങനെ തിരിച്ചു വരയ്ക്കാമെന്ന് വിചാരിക്കുക, ദാറ്റ് ഈസ് നമ്മുടെ ഈ ആറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരയ്ക്കാമെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഇതിപ്പം മൈനസ് വെക്ടർ ആറായി. ഓക്കെ, ദിസ് ഇസ് യുവർ പോയിന്റ് പി. ഓക്കെ, മൈനസ് വെക്ടർ ആറായി. മൈനസ് വെക്ടർ ആവുകയാണെങ്കിൽ ഇനി ഒന്ന് നോക്കിക്കേ, ഇനി നിങ്ങളിവിടെ ഹെഡ് ടു ടെയിൽ മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ, ദാറ്റ് ഈസ് വെക്ടർ ആറിന്റെ ഹെഡിൽ ഞാൻ വെക്ടർ എയുടെ ടെയിൽ വരച്ചു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ബേസിക്കലി വെക്ടർ എയുടെയും വെക്ടർ ആറിന്റെയും കൂടി റിസൾട്ടന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് വിൽ ബി R1. R1 എന്ന് പറഞ്ഞ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് കിട്ടുന്നു? വെക്ടർ എയുടെയും മൈനസ് വെക്ടർ ആറിന്റെയും കൂടി റിസൾട്ടന്റ് ആയിട്ട് വെക്ടർ R1 എനിക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ആംഗിൾ എന്ന് പറഞ്ഞ സെയിം ആണ്, ആംഗിൾ അതേപടി കീപ്പ് ചെയ്ത് ജസ്റ്റ് ആ വെക്ടർ ഞാൻ റിവേഴ്സ് ചെയ്തു. വെക്ടർ റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്താ? വെക്ടർ എയും റിവേഴ്സ് ആറിന്റെ മൈനസ് ആറും കൂടെ എടുക്കുമ്പോൾ റിസൾട്ടന്റ് ആയിട്ട് എനിക്ക് അതേ ഡയറക്ഷനിൽ R1 കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പൊ ഈ പടത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ വരും. ദാറ്റ് ഈസ് വെക്ടർ ആർ, അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല, വെക്ടർ എ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല, അത് അതേപടി ഇട്ടു. ഈ വെക്ടർ ആർ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, പക്ഷെ ഞാനത് റിവേഴ്സ് ചെയ്തു. ഈ ആംഗിൾ അതേപടി ഫിക്സ് ചെയ്തുകൊണ്ട് അതിന്റെ ഡയറക്ഷൻ ഞാൻ റിവേഴ്സ് ചെയ്തു, ഇങ്ങോട്ടാക്കി. സോ ഇത് നൗ മൈനസ് വെക്ടർ ആറായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഈ റിസൾട്ടന്റ് ആണ് അത് എയിൽ നിന്നും നമുക്ക് പിയിലേക്ക് പോകുന്ന ഈ ഒരു വെക്ടർ എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് വെക്ടർ R1 എന്ന് പറയുന്ന റിസൾട്ട് ഉണ്ടാവും. എയുടെയും മൈനസ് ആറിന്റെയും കൂടി റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഹാവിങ് ഗോട്ട് ദിസ്, നമുക്കിനി മാഗ്നിറ്റ്യൂഡ് നോക്കാം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഒന്നുകൂടെ കൂടെ ക്ലിയർ ആയിട്ട് എഴുതാം. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ദാറ്റ് ഇസ് വെക്ടർ R1 ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് മൈനസ് ഓഫ് വെക്ടർ ആർ എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, നമ്മൾ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ, റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡിനെ എങ്ങനെ എഴുതാം? R1 സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് മൈനസ് ആർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് ആർ സ്ക്വയർ വരും. ഇനി പ്ലസ് നോക്കിക്കേ, നമ്മൾ 2AR cos 2, we have two vectors A plus B is equal to C ആണെങ്കിൽ then ഈ മാഗ്നിറ്റ്യൂഡിന്റെ റിസൾട്ടിന്റെ സ്ക്വയർ C സ്ക്വയർ എന്ന് പറയുന്നത് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB cos തീറ്റ എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇനി എന്താ വേണ്ടേ? പ്ലസ് 2A എന്ന് പറഞ്ഞ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ്, വെക്ടർ എ എത്രയാണെന്ന് വെച്ചാൽ അത് നമ്മളിവിടെ ചിഹ്നം എടുക്കണം. ആൻഡ് വെക്ടർ ആർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് മൈനസ് ആർ ആണ്, അപ്പൊ നമ്മളിത് മൈനസ് ആയിട്ട് തന്നെ എടുക്കണം. മൈനസ് ആർ കോസ് തീറ്റ. ഓക്കെ, മൈനസ് വരുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആംഗിൾ നമ്മൾ ഈ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നുണ്ടല്ലോ, ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആംഗിൾ സെയിം ആയിരിക്കും, പക്ഷെ നമ്മളുടെ ആ ഡയറക്ഷനിൽ അത് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഇവിടെ ഈ മൈനസ് വന്നിരിക്കുന്നത്, മൈനസ് 2AR കോസ് തീറ്റ എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് R1 സ്ക്വയർ. ഇനി നോക്കുക, അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്? ഈ ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ട്രയാങ്കിൾ എടുക്കാം. നെക്സ്റ്റ് ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ദിസ് ട്രയാങ്കിൾ ഐ വിൽ കൺസിഡർ. ഇനി അടുത്ത ആ ട്രയാങ്കിൾ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ അതിന് ഞാനൊരു പേര് എന്തെങ്കിലും കൊടുക്കാം. ഇവിടെ O ഉണ്ടല്ലോ, സോ ഇവിടെ C എന്ന് കൊടുക്കാം. അപ്പം നെക്സ്റ്റ് വി ആർ കൺസിഡറിങ് ട്രയാങ്കിൾ OCP. ട്രയാങ്കിൾ OCP കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ ഇവിടെ ഞാൻ ട്രയാങ്കിൾ OCP ഇങ്ങോട്ട് വരയ്ക്കാം. ദറ്റ് ഈസ് ഇങ്ങോട്ടാണ് നമ്മളുടെ ഇത് ദിസ് പോയിന്റ്സ് ഇൻ ദിസ് ഡയറക്ഷൻ, മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്ക് ആയിരിക്കും ഡൈപോൾ പോയിന്റ് ചെയ്യുന്നത് എപ്പോഴും. സോ ദിസ് ഇസ് വെക്ടർ എ ആൻഡ് യു സി ഇത് ഓൾറെഡി നമുക്ക് മാർക്ക്ഡ് ആണ് ഇവിടെ, ലൈക്ക് ഇവിടുന്ന്
ഇങ്ങോട്ട് അടുത്ത വെക്ടർ പിയിലേക്ക് പോകുന്നുണ്ട്. അതായത് ഈ ഒറിജിനിൽ നിന്നും പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മറ്റൊരു വെക്ടർ പോകുന്നുണ്ട്. ദിസ് ഇസ് വെക്ടർ ആർ. ആൻഡ് ഈ മൈനസ് ക്യൂവിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് പിയിലേക്ക് പോകുന്ന ഈ ഒരു വെക്ടർ, അതിനെയാണ് R2 ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് പോയിന്റ്സ് ഫ്രം മൈനസ് ക്യൂ ടു പി. ഇതങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതാണ് വെക്ടർ R2. ഇവിടെ നോക്കുവാണെങ്കിൽ നോക്കിക്കേ, വെക്ടർ എ ഇവിടെയും വെക്ടർ എയും സോറി വെക്ടർ എയും വെക്ടർ എയും വെക്ടർ ആറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഓക്കെ, വെക്ടർ എയും വെക്ടർ ആറും തമ്മിലുള്ള ആംഗിൾ തന്നെയാണ് ഇവിടെയും തീറ്റ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ദറ്റ് ഈസ് ഈ ആംഗിൾ തന്നെയാണ് നമ്മുടെ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ. ഓക്കെ, ദിസ് വിൽ ബി തീറ്റ. ഓക്കെ, ആൻഡ് ഇഫ് യു ദിസ് ഇസ് R2. ഓക്കെ, വെക്ടർ എയും വെക്ടർ ആറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ ആൻഡ് ദിസ് ഇസ് R2. അപ്പൊ ഇവിടെ നോക്കിക്കേ, വെക്ടർ എയുടെ ഹെഡിൽ നിന്നുമാണ് വെക്ടർ ആറിന്റെ ടെയില് പോയിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ ഹെഡിലേക്കാണ് ഇവിടുന്നുള്ള ഒരു വെക്ടർ വരച്ചു. അപ്പം ഇങ്ങോട്ട് ജോയിൻ ചെയ്യണം. ബേസിക്കലി ഇവിടെ ട്രയാങ്കുലർ ലോ ഇറ്റ് കംസ് ലൈക്ക് വെക്ടർ എ പ്ലസ് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ R2 എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളൊന്നുകൂടെ കൂടെ നന്നായിട്ട് എഴുതുവാണെങ്കിൽ വെക്ടർ R2 ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ആർ. അത് നമ്മൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി വെക്ടർ R2 തന്നെയാണ്. അത് ഓൾറെഡി റിസൾട്ടന്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ബിക്കോസ് എയും ആറും തമ്മിലുള്ള ആംഗിൾ നോണും ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഡയറക്ട്ലി നമുക്ക് മാഗ്നിറ്റ്യൂഡ് എടുക്കാം. ദാറ്റ് ഇസ് R2 സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് 2AR കോസ് തീറ്റ. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആണ് ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ആർ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ എ, അത് എ എന്ന് പറയുന്നല്ലേ 2A എന്ന് പറയുന്നത് തന്നെ, ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ തന്നെ വളരെ ചെറുതാണ് 2A. സോ എ എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഡൈപോളിൽ നിന്നും ചാർജുകളിലേക്കുള്ള ദൂരമാണ്, ഇതും ഇവിടുന്ന് ഇങ്ങോട്ടും. സോ അതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളുടെ ഈ ഒരു ഡിസ്റ്റൻസ്, സെൻട്രൽ നിന്നും ഈ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ എ ഭയങ്കര ചെറുതായിരിക്കും. ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി സ്മോളർ. അതായത് അറിഞ്ഞത് മച്ച് ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പാൻഷൻ, നമുക്ക് എന്താണ് പ്രൈമറിലി നമ്മളിവിടെ നോക്കുക, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറരുത്. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 1/R1 എന്താണ്, 1/R2 എന്താണെന്നാണ് നമ്മൾ വേണ്ടത്. അപ്പൊ അതിലേക്ക് എത്തുമ്പോൾ നമുക്ക് ചില ടേംസ് ലൈക്ക് ഇഫ് യു സീ ലൈക്ക് ദിസ്, ഇപ്പം ആർ മച്ച് ഗ്രേറ്റർ ദാൻ എ ആവുമ്പോൾ നമ്മൾ A²/R² എന്നൊരു ടേം എടുക്കുവാണെങ്കിൽ ഇതിന്റെ അത് ആറിന്റെ സ്ക്വയറും എയുടെ സ്ക്വയറും എടുക്കും. എ അല്ലെ തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്, ആറാണ് അതിനെ അപേക്ഷിച്ച് ഭയങ്കര വലുതായതുകൊണ്ട് ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി സ്മോൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ആർ ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ എ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇനി എക്സ്പാൻഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും ചില ടേംസിനെ നമുക്ക് കളയാൻ സാധിക്കും. ഓക്കെ, സോ നോക്കിക്ക് നമ്മളുടെ, അപ്പൊ ഞാൻ ഈ R1² ഇവിടെ നിന്ന് ഒന്നുകൂടെയും കൂടി ഒന്ന് എടുത്തെഴുതാം. R1² നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന R1² ഇസ് ഈക്വൽ ടു what is that, R² plus you see R² plus A² plus R² minus 2AR cos theta എന്നാണല്ലേ. A² plus A² minus 2AR കോസ് തീറ്റ. ഇങ്ങനെയാണ് നമ്മളുടെ R1² നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. R1² ഇസ് ലൈക്ക് ദിസ്. സോ ഇതിൻ്റെ അകത്ത് നിന്ന് ഞാൻ R² കോമൺ എടുക്കാൻ പോവാണ്. സോ R² ഞാൻ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ 1 വരും. ഈ A² R² ഇല്ല. സോ നമ്മൾ ഒരെണ്ണം പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിവൈഡ് ചെയ്യണം. അപ്പം R² A²/R² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A² തന്നെ മൈനസ് 2A. ഇവിടെ ഒരു R വരണമെങ്കിൽ ഞാൻ ഇതിനെ എന്ത് ചെയ്യണം, ഒരു R കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു R കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 2AR cos തീറ്റ. ഓക്കെ, സോ 2A/R cos തീറ്റ. ഇതാണ് ഈ R1² ഈ എക്സ്പ്രഷൻ്റെ അകത്ത് നിന്ന് ഞാൻ R² കോമൺ എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ നോക്കുക, ആർ മച്ച് ഗ്രേറ്റർ ദാൻ എ എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ഇവിടെ എടുത്തിരുന്നത്. ആർ മച്ച് ഗ്രേറ്റർ ദാൻ എ എന്നാവുമ്പോൾ തന്നെ ഇറ്റ് ഇംപ്ലൈസ് നമുക്ക് ഈ A²/R² എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാം. ഇറ്റ് കുഡ് ബി നെഗ്ലക്റ്റഡ്. അത് ഭയങ്കര ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്തിട്ട് ഭയങ്കര സ്മോൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ നെഗ്ലക്ട് ചെയ്ത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാവും R1²
is equal to r square into 1 minus 2a cos theta by r എന്ന് വരും. So this is the expression for r1 square. r1 square will be almost equal to this one. ഇനി നമ്മളുടെ r2 സ്ക്വയറിന്റെ എക്സ്പ്രഷൻ നമുക്ക് അടുത്ത് നോക്കാം. r2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? a സ്ക്വയർ പ്ലസ് r സ്ക്വയർ പ്ലസ് 2ar cos theta, right? r സ്ക്വയർ പ്ലസ് e സ്ക്വയർ പ്ലസ് 2ar cos theta. സോ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആർ സ്ക്വയറിനെ കോമൺ എടുക്കുന്നു. സോ ഇൻറ്റു 1 പ്ലസ് എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. കാര്യം അവിടെ ആർ സ്ക്വയർ ഇല്ലാത്ത ആളല്ലായിരുന്നു. സോ ഡിനോമിനേറ്ററിലും കൂടി കൊണ്ടുവരുമ്പോൾ എഫക്റ്റീവ്ലി ഇറ്റ് വിൽ ക്യാൻസൽസ് 2a ബൈ ആർ കോസ് തീറ്റ കോമൺ എടുക്കുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി സ്മോൾ. സോ നമുക്കതിനെ എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 എന്നല്ല, ഇറ്റ് വിൽ ബി വെരി സ്മോൾ. ഓക്കെ, വെരി സ്മോൾ. അതുകൊണ്ട് തന്നെ നമുക്കതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. ആൻഡ് ദെൻ എഫക്റ്റീവ്ലി r2 square will be equal to r square into 1 plus 2a by r cos theta എന്ന് വരും. So almost equal to this one. അപ്പം ഇത് രണ്ടും നമുക്കിങ്ങനെ രണ്ട് എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, r1 സ്ക്വയറിന് നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടി, r2 സ്ക്വയറിന് നമുക്ക് ഈ എക്സ്പ്രഷനും കിട്ടി. അപ്പം നമുക്ക് എന്താ r1 സ്ക്വയറും r2 സ്ക്വയറും നമുക്ക് സോൾഡ് ആയിട്ട് r1ഉം r2ഉം കിട്ടിയാൽ അതിൻ്റെ അകത്ത് നമുക്ക് 1/r1ഉം 1/r2 ഒക്കെയാണ് വേണ്ടത്. സോ ഇതിൻ്റെ അകത്ത് നിന്ന് ഈ ഫസ്റ്റ് എക്സ്പ്രഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് r1നെ എങ്ങനെ എഴുതാൻ സാധിക്കും? r1 ആണ് നമുക്ക് വേണ്ടത്. സോ ദാറ്റ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് ഈ എക്സ്പ്രഷൻ്റെ 1ന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. സോ r1 ഈസ് ദാറ്റ്, ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ഇത് എഴുതാം, r സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 2a കോസ് തീറ്റ ബൈ r. ഇപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് r സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 ആണ്. r ഇൻറ്റു റൂട്ട് ഓഫ് ബാക്കി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് വീണ്ടും എടുക്കണം, 1 മൈനസ് 2a കോസ് തീറ്റ ബൈ r. Okay, 1 minus 2a cos theta by r. Okay, so അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1 minus 2a cos theta by r the whole power half എന്ന് എഴുതാം. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? 1/r1 ആണ്. വി നീഡ് 1/r1. സോ 1/r1 മീൻസ് നമുക്കിപ്പോൾ കിട്ടിയതിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകും. അപ്പം ആറിനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുമ്പോൾ 1/r. ആൻഡ് ഈ 1 മൈനസ് 2a cos theta by r ഡിനോമിനേറ്ററിൽ പോകുന്ന ആ കാര്യത്തിനെ നമ്മൾ എന്താ ന്യൂമറേറ്ററിൽ തന്നെ എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം -12 അല്ലേ? സോ 1/r ഇൻറ്റു നമുക്ക് അങ്ങനെ എഴുതാമല്ലോ, ദറ്റ് ഈസ് 1 മൈനസ് 2a cos theta by r the whole power -12. ഹോൾ പവർ ഹാഫ് എന്ന് പറയുന്നത് പവർ ഹാഫ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്ക്വയർ റൂട്ട്, മൈനസ് എന്ന് പറയുമ്പോൾ അത് ഡിനോമിനേറ്ററിലാണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ദിസ് ഇസ് എക്സ്പ്രഷൻ ഫോർ 1/r1. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ. ഇനി നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ബൈനോമിയൽ തിയറം വഴിയൊരു എക്സ്പാൻഷൻ നമ്മൾ യൂസ് ചെയ്യണം. ബൈനോമിയൽ തിയറം അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മാത്സിൽ. അത് വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അത് ബൈനോമിയൽ തിയറം അനുസരിച്ച് 1 മൈനസ് എക്സ് ദ ഹോൾ പവർ n ആണെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു മൈനസ് ടേം ആണ്. ഇറ്റ് ഇസ് റേസ്ഡ് ടു സം പവർ ഓഫ് n ആണെങ്കിൽ 1 മൈനസ് ഫസ്റ്റ് ടേമിന് മൈനസ് വരും. ഫസ്റ്റ് ടേം പ്ലസ് 1 ആണ്, സെക്കൻഡ് ടേമിൽ ഓൾട്ടർനേറ്റ് ഇനി അങ്ങോട്ട് മൈനസ് പ്ലസ് വന്നുകൊണ്ടിരിക്കും. -nx പ്ലസ് അടുത്തത് പ്ലസ് ടേം ആണ് ഇൻറ്റു n ഇൻറ്റു n മൈനസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇനി അടുത്ത മൈനസ് വരും. അപ്പം സബ്സിക്വൻ്റ്ലി ഈ n ഇൻറ്റു n മൈനസ് 1 ആണ്, അടുത്തതിൽ n മൈനസ് 2ഉം കൂടി വരും, n മൈനസ് 1 ടു n മൈനസ് 2. അപ്പം താഴെ സബ്സിക്വൻ്റ്ലി 2 എന്നുള്ളത് 3 ആവും, 3 ഫാക്ടോറിയൽ ആവും. ഈ എക്സ് എന്നുള്ള x³ ആവും. ഇങ്ങനെ ഇറ്റ് വിൽ കണ്ടിന്യൂ. ദിസ് ഇസ് ഹൗ ഇറ്റ് കണ്ടിന്യൂസ്. ഇത് നമ്മൾ മാത്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അത് നമ്മളിനി 1/r1നെ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ നോക്കുക, അതായത് നമ്മൾ ഇവിടെ 1 മൈനസ് 2a cos theta by r the whole power ഹാഫിനെയാണ് നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ ഇതിനെ നോക്കുവാണെങ്കിൽ ഇവിടെ 1ന് പകരം 1 തന്നെയാണ്, എക്സിന് പകരം വന്നിരിക്കുന്നതാണ് 2a cos theta by r എന്നുള്ള ആള് എക്സിന് പകരമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ നമുക്ക് നോക്കിക്ക്. അപ്പം നമ്മൾ ഓൾറെഡി തന്നെ കണ്ടു കഴിഞ്ഞൊരു കാര്യമാണ് r മച്ച് ഗ്രേറ്റർ ദാൻ a ആണെന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് a² r² അല്ലെങ്കിൽ ഹയർ പവേഴ്സ് ഒന്നും വളരെ സ്മോൾ ആണ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം.
അതായത് ബേസിക്കലി നമ്മളിപ്പം എക്സ് സ്ക്വയർ എടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? 2a cos തീറ്റ ബൈ ആർ ദ ഹോൾ സ്ക്വയർ വരും. സോ നോക്കിയേ 4a² / r² cos² തീറ്റ എന്നൊരു ആൾ വരും. ദറ്റ് ഈസ് ഈ a² / r² വളരെ ചെറുതാണ്, അതുകൊണ്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്യുവാണ് അങ്ങനത്തെ ടേംസ് എന്നാണ്. സോ ബേസിക്കലി നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ x³ ആണ്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ x⁴ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഹയർ ഓർഡേഴ്സ് ആണ്. ആ ടേംസിനെ എല്ലാം നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. കാര്യം അതിൻ്റെ അകത്ത് ഒരു a/r പവേഴ്സ് വരും. എ എന്ന് പറയുന്നത് ആറിനെ സംബന്ധിച്ച് ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ അത് ഡിനോമിനേറ്ററിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി കിട്ടുന്നു. അതുകൊണ്ട് തന്നെ അതിനെ സ്ക്വയറും ക്യൂബും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആള് വളരെ ചെറുതായതുകൊണ്ട് നമുക്കതിനെ നെഗ്ലക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് ട്രങ്കേറ്റ് ചെയ്യാം. ഇവിടുന്ന് ഇവിടം വരെയുള്ള സാധനം ട്രങ്കേറ്റ് ചെയ്യാം. നമുക്ക് ഇത് മാത്രം മതി, നമുക്ക് ഈ ഫസ്റ്റ് 2 ടേംസ് മാത്രം മതി. ബിക്കോസ് ആർ മച്ച് ഗ്രേറ്റർ ദാൻ എ ആയതുകൊണ്ട് നമുക്ക് അത് മാത്രം ഇതിൻ്റെ അകത്ത് എടുത്താൽ മതി. ദാറ്റ് മീൻസ് 1 - 2a cos തീറ്റ ബൈ ആർ ദ ഹോൾ പവർ മൈനസ് ഹാഫ് ആണ് കേട്ടോ. മൈനസ് ഹാഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 - nx മാത്രം നമുക്ക് എടുത്താൽ മതി. അപ്പം 1 - നമ്മുടെ n എന്ന് പറയുന്ന ഇവിടെ ഹിയർ n എന്ന് പറയുന്നത് മൈനസ് ഹാഫ് ആണ് കേട്ടോ, അത് ഇവിടെ എഴുതിയില്ലായിരുന്നു. സോ മൈനസ് ഓഫ് മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നതാണ് എന്ത്? 1 - 2a cos തീറ്റ ബൈ r ദ ഹോൾ പവർ മൈനസ് ഹാഫ്. ഓക്കെ, ഇതിനെ നോക്കി 1, അപ്പം മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് വരും. 1 + 1/2 ഇൻറ്റു 1 - 2a cos തീറ്റ ബൈ r ദ ഹോൾ പവർ മൈനസ് ഹാഫ് എന്ന് വരും. ഓക്കെ, ഓ സോറി ഐ ഗോട്ട് കൺഫ്യൂസ്ഡ്. 1 സെക്കൻഡ്. ഇവിടെ നമ്മൾ പറഞ്ഞതൊന്ന് നെഗ്ലക്ട് ചെയ്തേക്കൂട്ടോ. ഞാൻ വീണ്ടും ഇവിടെ ഒരു വലിയ മിസ്റ്റേക്ക് പറഞ്ഞു കേട്ടോ. 1 സെക്കൻഡ്, ജസ്റ്റ് നെഗ്ലക്ട് ഇറ്റ്. ഞാൻ ഒന്നുകൂടി കൂടി പറയാം. അവിടെ ഞാൻ ഒരു തെറ്റിദ്ധാരണയിൽ വേറൊരു ടേമാണ് എടുത്തത്, ഹോളായിട്ട് ഞാൻ അതിനെടുത്തു, സോറി. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 1 - 2a cos തീറ്റ ബൈ r ദ ഹോൾ പവർ മൈനസ് ഹാഫ് അല്ലേ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - nx. സോ 1 - ഇവിടുത്തെ n എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ആളേതാണ്? 2a cos തീറ്റ ബൈ r. 2a cos തീറ്റ ബൈ r. സോ നോക്കൂ, 1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും. 1 + 1/2 ഇൻറ്റു 2a cos തീറ്റ ബൈ r. സോ 2ഉം 2ഉം കൂടി ക്യാൻസൽ ചെയ്തിട്ട് റിമൈനിങ് ഇറ്റ് വിൽ ബി 1 + a cos തീറ്റ ബൈ r എന്ന് വരും. സോ ഇതാണ് നമ്മളുടെ 1/r1ൻ്റെ എക്സ്പാൻഷനിലെ 1 - 2a cos തീറ്റ ബൈ r ദ ഹോൾ പവർ മൈനസ് ഹാഫിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ നമ്മളുടെ 1/r1 എങ്ങനെ എഴുതാം? 1/r1 is equal to 1/r ഇൻറ്റു 1 - 2a cos തീറ്റ ബൈ r ദ ഹോൾ പവർ മൈനസ് ഹാഫ് ആണല്ലോ. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/r ഇൻറ്റു ഈ 1 - 2a cos തീറ്റ ബൈ r ദ ഹോൾ പവർ മൈനസ് ഹാഫിനാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. സോ ഇത് നമുക്ക് ഇക്വേറ്റ് ഇട്ട് കൊടുക്കാം. 1 + a cos തീറ്റ ബൈ r. ഓക്കെ, സോ ദിസ് ഇസ് ദ എക്സ്പാൻഷൻ ഫോർ 1/r. ഇത് നമുക്ക് 1/r1 എന്താണെന്ന് കിട്ടി. ഇനി ഇതുപോലെ നമുക്ക് എന്ത് കിട്ടണം? 1/r2 കിട്ടണം. സോ നമ്മുടെ r2² എന്ന് പറയുന്നതായിരുന്നു എന്തായിരുന്നു r2²? ഓക്കെ, where we have written r2² is r2² എന്താണ്? this one. r² into 1 + 2a by r cos theta. r2² is equal to r² into 1 + 2a cos theta by r ആണ്. സോ നമ്മുടെ r2 എന്ന് പറയുന്നത് എന്താണ്? r into √1 + 2a cos theta by r whole power half. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? 1/r2 ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് 1/r into 1 + 2a cos theta the whole power മൈനസ് ഹാഫ്. ഇനി ഇവിടെ നമ്മൾ വീണ്ടും 1 + 2a cos theta the whole power മൈനസ് ഹാഫിന് ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, വി ഹാവ് ടു എക്സ്പാൻഡ് യൂസിങ് ബൈനോമിയൽ തിയറം. സോ ഇവിടെ നമുക്ക് 1 + x the whole power n ആണെങ്കിൽ ഇറ്റ് വിൽ ബി 1 + nx + n into n - 1/2 x² പ്ലസ് അങ്ങനെ പോകും.
ഇപ്പൊ നമുക്ക് ആ എക്സ്പ്രഷൻ ഇവിടെ കൊടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മതി? ഇങ്ങോട്ടുള്ള ടേംസ് ഒന്നും വേണ്ട. നേരത്തെ പറഞ്ഞത് നമുക്ക് 1+nx മാത്രം മതി. ദാറ്റ് ഇസ് ഇവിടെ നമുക്ക് എന്നിന് പകരം കിടക്കുന്ന -12ഉം എക്സിന് പകരമുള്ളതാണ് 2a cos theta by r. എക്സിന് പകരമാണ് 2a cos theta by r1. സോ 1+nx മാത്രം മതി. ദാറ്റ് ഇസ് 1 + -1/2 ഇൻറ്റു എക്സ് എന്ന് പറയുന്ന 2a cos theta by r. So this will become 1 minus a cos theta by r എന്ന് വരും. 1 minus a cos theta by r. അപ്പം നമുക്ക് എന്താ വേണ്ടത്? We are interested in 1 by r2. That is 1 by r into എന്താണ് 1 by r2ൻ്റെ എക്സ്പ്രഷൻ ആണ് 1 by r into 1 plus 2a cos theta the whole power minus half എന്നുള്ളത്. സോ ദിസ് ഇസ് 1 by r into അതിൻ്റെ എക്സ്പ്രഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയ 1 minus a cos theta by r. ഓക്കെ, സോ നമുക്കിവിടെ രണ്ട് എക്സ്പ്രഷനും കിട്ടി. നോക്കുക, നമുക്ക് 1 by r2 എന്താണെന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1 by r1 എന്താണെന്നും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പൊട്ടൻഷ്യലിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് എന്താണ് നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു 1 by 4 pi എപ്സിലോൺ നോട്ട് ഇൻറ്റു q by r1 മൈനസ് q by r2 എന്നുള്ളതായിരുന്നു. സോ ക്യൂവിനെയും കൂടെ പുറത്തെടുക്കാം. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ലൈക്ക് 1 by q by 4 pi എപ്സിലോൺ നോട്ട് ഇൻറ്റു 1 by r1 മൈനസ് 1 by r2. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ q by 4 pi എപ്സിലോൺ നോട്ട് ഇൻറ്റു 1 by r1 പകരം എന്താ എടുക്കണേ? 1 by r into 1 plus a cos theta by r. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്ത് വരും? 1 by r plus a by yeah. Yeah, we can do that. a by r square cos theta എന്ന് വരും. നമുക്കത് ചെയ്യാം. സോ 1 by r plus a cos theta by r square അല്ലേ? 1 by what is that? 1 by r plus a cos theta by r square മൈനസ് ഇനി ഈ 1 by r ഇതിനെ 1 by r2 എന്ന് പറയുന്നത് എന്താണ്? 1 by r into 1 minus a cos theta by r. അഥവാ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാലോ, 1 by r minus a cos theta by r square എന്ന് എഴുതാം. സോ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് 1 by r മൈനസ് a cos theta by r square എന്ന് എഴുതുന്നത്. അപ്പം ഈ മൈനസിനെ നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അടുത്ത സ്റ്റെപ്പിൽ. ഓക്കെ, സോ ദിസ് വിൽ ബി q by 4 pi epsilon naught q by 4 pi epsilon naught into 1 by r plus a cos theta divided by r square minus 1 by r plus a cos theta by r square എന്ന് വരും. സോ നമുക്ക് ഈ 1 by r ഉം ഈ 1 by r ഉം ക്യാൻസൽ ആയിട്ട് we will have this remaining thing as q by 4 pi epsilon naught into 2a cos theta by r square എന്നാണ് നമുക്ക് പിന്നെ റിമൈനിങ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. 2a cos theta by r square. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പി എന്ന് പറയുന്നത് എന്താണ്? 2aq ഇൻറ്റു 2a എന്നുള്ളത്. ദറ്റ് ഇസ് 2qa. അതാണ്. അപ്പോൾ നമുക്ക് ഈ 2qa പകരം നമുക്ക് പി എന്ന് കൊടുക്കാമല്ലോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡൈപോൾ മൊമെന്റ് വെക്ടർ. ദാറ്റ് ഇസ് v is equal to p cos theta by 4 pi epsilon naught r square എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മളിപ്പം വെക്ടർ പി എ യൂണിറ്റ് വെക്ടർ ആറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് അതിന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. അതായത് ഡൈപോൾ മൊമെന്റ് വെക്ടറും യൂണിറ്റ് വെക്ടർ ആറും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ വാട്ട് യു വിൽ ഗെറ്റ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ പി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂണിറ്റ് വെക്ടർ ഇൻറ്റു കോസ് തീറ്റ എന്നുള്ളതാണ്. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ ആണല്ലോ. എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. സോ അതുപോലെ തന്നെ വെക്ടർ പി ഡോട്ട് വെക്ടർ ആർ. കാര്യം ഈ വെക്ടർ ആർ എന്ന് പറയുന്നതിൻ്റെ ഇങ്ങനെ, അതായത് വെക്ടർ പി ഡോട്ട് യൂണിറ്റ് വെക്ടർ ആർ എടുക്കുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂണിറ്റ് വെക്ടർ ആർ ഇൻറ്റു കോസ് ഓഫ് ദറ്റ് ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ആർ എന്നായിരിക്കും വരിക. പി ആൻഡ് ആർ. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്, നമുക്ക് ഇവിടെ ഇടയ്ക്കുള്ള തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ നമ്മൾ എയും
ആറും തമ്മിലുള്ള ആംഗിൾ ആയിട്ടായിരുന്നു എടുത്തത്. അത് ബേസിക്കലി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ യൂണിറ്റ് വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള, അത് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനിലുള്ള വെക്ടറാണ് വെക്ടർ എന്ന് പറഞ്ഞത്. ബേസിക്കലി നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഡൈപോൾ മൊമെന്റും ആറും തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, തീറ്റ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അപ്പം ആ ആറെന്ന് പറയുന്ന ആ ഡയറക്ഷനിലേക്കുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ് എന്ത്, വെക്ടർ ആർ ക്യാപ്. അപ്പൊ അത് എടുക്കുവാണെങ്കിൽ നമുക്കിപ്പം എന്നിട്ട് ഇതിന്റെ ഡൈപോൾ മൊമെന്റിന്റെ വെക്ടറും ഈ ആറെന്ന് പറയുന്ന ഈ വെക്ടറിന്റെ യൂണിറ്റ് ഡയറക്ഷനിലുള്ള ആ യൂണിറ്റ് വെക്ടറും കൂടി ഒരു ക്രോസ് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പൊ വെക്ടർ പിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് പി, വെക്ടർ യൂണിറ്റ് വെക്ടർ ആർ എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ആൻഡ് കോസ് തീറ്റ. സോ ദിസ് ഇസ് പി കോസ് തീറ്റ. നമുക്ക് സോ ഇത് സെയിം ആയതുകൊണ്ട് നമുക്ക് ഈ പി കോസ് തീറ്റയെ വെക്ടർ പി ഡോട്ട് ആർ ക്യാപ്പ് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞു വെക്കാൻ പോകുന്നത്. ദറ്റ് ഇസ് ഈ പി കോസ് തീറ്റയ്ക്ക് പകരം വെക്ടർ പി ഡോട്ട് ആർ ക്യാപ്പ് ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. അപ്പൊ ആർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പൊസിഷൻ വെക്ടറിലേക്കുള്ള ആ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ബേസിക്കലി ഈ ആർ എന്ന് പറഞ്ഞ ആ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറാണ്. ഓക്കെ, അപ്പോൾ സോ ഇതാണ് നമ്മളുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് എ ഡൈപോൾ. ദിസ് ഇസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് എ ഡൈപോൾ. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് എ ഡൈപോൾ. ആൻഡ് ഹിയർ നമ്മുടെ ആർ എന്ന് പറഞ്ഞാൽ മച്ച് ഗ്രേറ്റർ ദാൻ എ യു ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്, അതായത് ആർ മച്ച് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ബേസിക്കലി ആ ഡൈപോളിന്റെ സൈസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ 2a ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സെന്റർ ഓഫ് ഡൈപോളിന് ഓരോ ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. നമ്മൾ ആ സെന്ററിൽ നിന്നും ഒരു പോയിന്റിലേക്ക്, പെർട്ടിക്കുലർ പോയിന്റിലേക്കുള്ളത് എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സോ ബേസിക്കലി ഡിസ്റ്റൻസ് എന്താണ്, ഡൈപോളിന്റെ സൈസിനെക്കാട്ടി ലാർജ് ആയിട്ടുള്ള ഡിസ്റ്റൻസിലുള്ള പോയിന്റിന്റെ പൊട്ടൻഷ്യൽ, ഡൈപോൾ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ബിക്കോസ് ആ കേസിലാണ് നമ്മളിവിടെ കുറേ അപ്രോക്സിമേഷൻസ് എടുത്തിരുന്നു. ലൈക്ക് നമ്മൾ ഈ ഹയർ ഓർഡർ ടേംസിനെയൊക്കെ ട്രങ്കേറ്റ് ചെയ്ത് കളഞ്ഞു. അതെല്ലാം എന്തുകൊണ്ടാണെങ്കിൽ സൈസ് ഓഫ് ദ ഡൈപോൾ ആ ഡിസ്റ്റൻസിനെ അപേക്ഷിച്ച് വളരെ കുറവാണെന്നുള്ളൊരു അസംഷൻ ആണ്. ഇൻ ദാറ്റ് കേസസ് നമുക്ക് ദിസ് ഇക്വേഷൻ ഹോൾഡ്സ് ട്രൂ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഒരു ഒറിജിനിലുള്ള ഒരു പോയിന്റ് ഡൈപോൾ ആണെന്ന് വിചാരിക്കും. ഒറിജിനിൽ ഒരു പോയിന്റ് ഡൈപോൾ ഇരിക്കുകയാണെങ്കിലും ഇതേ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നോക്കുക, ഡൈപോൾ ആക്സിസിലാണെന്ന്. നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഡൈപോളിന്റെ ആക്സിസിലുള്ള അതേ ഒരു പോയിന്റിലാണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ പി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് മേക്കിംഗ് സം ആംഗിൾ തീറ്റ വിത്ത് ഡൈപോൾ മൊമെന്റ് അല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ആ ആക്സിസിൽ, ആ രണ്ട് ചാർജസും ജോയിൻ ചെയ്യുന്ന അതേ ആക്സിസിൽ തന്നെയാണ് കിടക്കുന്നതെങ്കിൽ, ദറ്റ് മീൻസ് ബേസിക്കലി നമ്മളിനി അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പൊട്ടൻഷ്യൽ എന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. വി ഹാവ് ടു ഫൈൻഡ് എ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ on an axis point on the dipole axis. ഡൈപോളിന്റെ ആക്സിസ്, അതായത് രണ്ട് ചാർജസും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസിന്റെ അതേ ഡയറക്ഷനിൽ, അതേ സെപ്പറേറ്റിംഗ് ലൈനിന്റെ അതേ ആക്സിസിൽ തന്നെ കിടക്കുകയാണ്. നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ആണ് കണ്ടുപിടിക്കുന്നത്. ബേസിക്കലി അവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇപ്പം നമ്മുടെ ഇത് പ്ലസ് ക്യൂവും ഇതാണ് നമ്മൾ മൈനസ് ക്യൂവും എന്ന് വിചാരിക്കാം. സോ ഇപ്പം നമുക്ക് ഇവിടുത്തെ ഈ പോയിന്റിലെ ഒരു ഇതാണ് നമ്മുടെ ഡൈപോൾ, ഇതാണ് ഈ മൈനസ് ക്യൂം പ്ലസ് ക്യൂം കൂടെയാണ് ഡൈപോൾ ഉണ്ടാക്കുന്നത് വിചാരിക്കുക. നമുക്കിപ്പോൾ ഇവിടുത്തെയാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഈ ഡൈപോൾ മൊമെന്റും നമ്മുടെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അതുപോലെ തന്നെ നമ്മളുടെ വെക്ടറിന്റെ ആറിന്റെ ഡയറക്ഷനും സെയിം ആണ്. ഇത് വെക്ടർ പിയും ഇങ്ങോട്ടാണ്, വെക്ടർ ആറും ഇങ്ങോട്ടാണ്. സോ ഇവിടെ ബേസിക്കലി തീറ്റ 0 ആവും. അല്ലെങ്കിൽ ഇനി ഇതിപ്പോൾ ഇപ്പുറത്ത് കിടക്കുവാണെങ്കിൽ എന്താണ്, നമുക്ക് പൈ എന്ന് പറയാം. ഓക്കെ, ആംഗിൾ പൈ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ 0യും പൈയും ഒക്കെയാണ് ആംഗിൾ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പൊട്ടൻഷ്യൽ? വി കുഡ് സി നമ്മുടെ വി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബിക്കം പി കോസ് 0. ഓക്കെ, പി കോസ് 0 അല്ലെങ്കിൽ പി കോസ് പൈ ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ എന്നായിരിക്കുമല്ലോ വരുന്നത്.
അപ്പം ഇപ്പം 0 ആണെങ്കിൽ, ഇൻ ദാറ്റ് കേസ് 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് നമുക്കിപ്പം തീറ്റ 0 ആവുന്ന കേസിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി കോസ് 0 ഡിവൈഡ് ബൈ 4πε0 r സ്ക്വയർ, ദാറ്റ് ഇസ് പി ബൈ 4πε0 r സ്ക്വയർ ആണ്. നേരെ മറിച്ച് തീറ്റ പൈ ആവും, അത് നമ്മുടെ ഡയറക്ഷന്റെ വ്യത്യാസത്തിൽ അത് പൈ ആവാം. പൈ ആണെങ്കിലും ഇതുപോലെ തന്നെ അത് ഇറ്റ് ഇസ് എ പൈ ഓൾസോ മീൻസ് ദ പോയിന്റ് ഈസ് ഓൺ ദ ആക്സിസ്. ആ കേസിലും വി എന്ന് പറയുന്നത് എന്തുവരും? ബി കോസ് പൈ ബൈ 4πε0 r സ്ക്വയർ, ദാറ്റ് ഇസ് കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ മൈനസ് പി ബൈ 4πε0 r സ്ക്വയർ. സോ ബേസിക്കലി നമ്മുടെ ഡൈപോൾ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓൺ ദ ഡൈപോൾ ആക്സിസ് ആണെങ്കിൽ നമ്മുടെ വി എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ബി പ്ലസ് ഓർ മൈനസ് പി ബൈ 4πε0 r സ്ക്വയർ ആയിരിക്കും. ഇതായിരിക്കും ഫോർ എ പോയിന്റ് ഫോർ ഡൈപോൾ ഫോർ എ പൊട്ടൻഷ്യൽ ഓൺ ദ ഫോർ എ പോയിന്റ് ഓൺ ദ ഡൈപോൾ ആക്സിസ്. അതിന്റെ ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, 0 ആണെങ്കിൽ പ്ലസ് വരും പൊട്ടൻഷ്യൽ. ഇനി തീറ്റ പൈ ആണെങ്കിൽ, തീറ്റ 0 ആണെങ്കിൽ പ്ലസും തീറ്റ പൈ ആണെങ്കിൽ മൈനസ് പൊട്ടൻഷ്യലും വരും. ഇനി ഇക്വറ്റോറിയൽ പ്ലെയിൻ ആണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മളുടെ ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, നമ്മുടെ ഈ ചാർജസ് കിടക്കുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ ആണ്, അങ്ങനെയാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ, പ്ലെയിനിലുള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ. ഓക്കെ, അപ്പം ബേസിക്കലി നമ്മളിനി അതെന്താന്ന് നോക്കാം. അത് പൊട്ടൻഷ്യൽ ഇൻ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ, അത് ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി ആണ്. തീറ്റ ഈസ് 90 ഡിഗ്രി. സോ നമ്മൾ നോക്കുക വി ഇസ് ഈക്വൽ ടു പി കോസ് 90 ഡിവൈഡഡ് ബൈ 4πε0 r സ്ക്വയർ എന്ന് വരും. ഓക്കെ, പി കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്, ദെർഫോർ ഇറ്റ് വിൽ ബി 0. അപ്പം പൊട്ടൻഷ്യൽ ഇൻ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 0. ഓക്കെ, അപ്പം നമുക്ക് നമ്മളിവിടെ ഇപ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ഇപ്പൊ കണ്ടു, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ചാർജ്, സിംഗിൾ ചാർജ് എന്ന് പറയുന്ന ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ അതും കണ്ടു. അപ്പം നമ്മൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇപ്പൊ ഒരു സിംഗിൾ ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്തായിരുന്നു? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിംഗിൾ ചാർജ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതായിരുന്നു. ദാറ്റ് ഈസ് ഗിവൺ ബൈ q ബൈ 4πε0 r ആണ്. അത് കണ്ടു. ഇപ്പൊ നമ്മൾ ഡൈപോള് കാരണം ഉണ്ടാക്കുന്നത് ഇപ്പൊ കണ്ടു. അപ്പൊ നോക്കി, പൊട്ടൻഷ്യൽ ഒരു സിംഗിൾ ചാർജ് കാരണമാണ്. ഒരു ഡൈപോൾ ആണെങ്കിൽ എന്താണ്? ഇപ്പൊ ഡൈപോളിന്റെ കേസിൽ നമ്മൾ കണ്ട പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താണ്? കൂടി ഇവിടെ എഴുതാൻ കൺഫ്യൂഷൻ ആണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ. ഈ ഡൈപോളിന്റെ കേസിൽ നമ്മളിപ്പോ കണ്ടെന്താണ്? വെക്ടർ പി ഡോട്ട് ആർ ക്യാപ് ഡിവൈഡ് ബൈ 4πε0 r സ്ക്വയർ ആണ്. ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ. സോ ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഈ അഥവാ നമുക്ക് എങ്ങനെ എഴുതാം? പി കോസ് തീറ്റ ബൈ 4πε0 r സ്ക്വയർ അല്ലേ. ഓക്കെ, സോ ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ ഇനി നമുക്കൊന്ന് കമ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആറിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇവിടെ ഒരു ആംഗിൾ ഡിപ്പെൻഡൻസിയും ഉണ്ട്. അതനുസരിച്ച് ഇക്വറ്റോറിയൽ പ്ലെയിനിൽ 0 ആക്സിസിലാണെങ്കിൽ ഒരു പ്ലസ് ഓർ മൈനസ് ഈ വാല്യൂ വരും ഡിപ്പെൻഡിങ് ഓൺ തീറ്റ അല്ലേ. അപ്പം ആ പൊസിഷൻ വെക്ടറും ഡൈപോൾ മൊമെന്റ് വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആറിനെ മാത്രം അല്ല, ഇതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ബട്ട് ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി സിമെട്രിക് ആണ് അബൌട്ട് പി. അതായത് നമ്മളിപ്പം ആ ആംഗിൾ ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ, നമ്മൾ ആ ആംഗിൾ ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ പൊസിഷൻ മൊമെന്റ് വെക്ടർ എന്ന് പറയുന്നത്, ഡൈപോൾ മൊമെന്റ് വെക്ടർ എന്ന് പറയുന്നത് അല്ല, ആംഗിൾ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ പൊസിഷൻ വെക്ടറിനെ പിയിൽ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ പി കിടക്കുന്ന പോയിന്റിലുള്ള കോണിൽ പി കിടക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്ന എല്ലാ പി കിടക്കുന്ന അതേ പോയിന്റിലുള്ള എല്ലാ കോണിൽ വരുന്ന എല്ലാ പോയിന്റ്സിനും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. സോ ആക്ച്വലി സിമെട്രിക് ആയിരിക്കും. ഇപ്പൊ ഇത്രയും മനസ്സിലാവുന്നില്ലെങ്കിൽ അത് കൂടുതൽ ചിന്തിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ആൻഡ് ഇവിടെ നോക്കുക, എന്നൊക്കെ ഇലക്ട്രിക് ഡൈപോൾ എങ്ങനെയാണ് ഇവിടെ ആ ഒരു പ്രൊപ്പോർഷനാലിറ്റി നോക്കുക. ഇപ്പൊ സിംഗിൾ ചാർജ് കാരണമാണെങ്കിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ 1/r ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r ആണെങ്കിൽ, ഡൈപോള് കാരണം ഉണ്ടാകുന്നത് 1/r സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പം എത്രമാത്രം രീതിയിലാണ് പൊട്ടൻഷ്യൽ റിഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാവുന്നത്. ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞത് ഡൈപോള് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ റിഡ്യൂസ് ചെയ്യുന്ന 1/r സ്ക്വയർ അനുസരിച്ചിട്ടാണ്.
സോ എന്ന് പറഞ്ഞാൽ ഒരു ഫാസ്റ്റർ റിഡക്ഷൻ ആയിരിക്കും. ഓക്കെ, കമ്പയർഡ് ടു പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിംഗിൾ ചാർജ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗ്രാജുവൽ ആയിട്ട് കുറയും. ഇവിടെ ഡൈപോളിനെ സംബന്ധിച്ചൊരു ഫാസ്റ്റ് റിഡക്ഷൻ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഒരു കമ്പാരിസൺ. അപ്പോൾ ഇനി പൊട്ടൻഷ്യൽ നമ്മളൊരു സിംഗിൾ ചാർജിന് കാരണമുള്ളത് കണ്ടു, ഡൈപോള് കാരണമുള്ളതും കണ്ടു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഒരു സിസ്റ്റം ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പൊട്ടൻഷ്യൽ എന്നുള്ളത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.